ഹലോ എവരിബഡി, എല്ലാവർക്കും ഒരു ശുഭദിനം. ഇന്ന് സാമൂഹ്യ നവോത്ഥാനം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നേറെ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പദമാണ് നവോത്ഥാനം. എന്താണ് നവോത്ഥാനം? നവമായ ഉത്ഥാനം, പുതിയ എഴുന്നേൽപ്പ് എന്നെല്ലാമാണ് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലിയിൽ നവോത്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. അതിനാൽ സാമൂഹ്യ നവോത്ഥാനം സമൂഹത്തിലെ ബഹുജനങ്ങളുടെ പുതിയ എഴുന്നേൽപ്പാണ്. വീണ് കിടക്കുന്നവനെ എഴുന്നേൽക്കാനാവും. അതിനു മുമ്പ് ഒരു എഴുന്നേൽപ്പെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പുതിയ എഴുന്നേൽപ്പ് നടത്താനാവൂ. അല്ലെങ്കിൽ അത് നവമായ എഴുന്നേൽപ്പാകുകയില്ല. അതിനാൽ നവമായ എഴുന്നേൽപ്പിനെ പറ്റി അറിയണമെങ്കിൽ അതിനു മുമ്പുണ്ടായ എഴുന്നേൽപ്പുകളെപ്പറ്റിയും ഇടയ്ക്കുണ്ടായ വീഴ്ചകളെപ്പറ്റിയും അറിയണം. അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തെപ്പറ്റി അറിയണമെങ്കിൽ കേരള ചരിത്രം മൊത്തം അറിയേണ്ടി വരും. ചാന്നാർ സ്ത്രീകൾ മുലമറച്ചുകൊണ്ട് ചന്തയിൽ ചെന്നപ്പോൾ അവർ മാറുമറച്ച് വസ്ത്രം ബലമായി വലിച്ചു കയറി മുലഞ്ഞെട്ടിൽ വെള്ളക്ക പിടിപ്പിച്ചത് ആരാണ്? അന്ന് അവിടെ ഉണ്ടായിരുന്ന ശൂദ്ര യുവാക്കൾ. വൈകുണ്ഠസ്വാമികളും പരിവാരങ്ങളും ശുചീന്ദ്രം ക്ഷേത്രത്തിലെ തേര് വലിച്ചപ്പോൾ അത് മാമൂൽ വിരുദ്ധമാണെന്ന് ആക്രോശിച്ച് രാജാവിൻ്റെ പക്കൽ പരാതി ബോധിപ്പിച്ചു അവരെ ശിക്ഷിപ്പിച്ചത് ആരാണ്? അത് അവിടുത്തെ കൊട്ടാരം ശൂദ്രന്മാർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴയിൽ ഒരു ശിവക്ഷേത്രം പ്രതിഷ്ഠിക്കുകയും പന്തളത്തെ സ്ത്രീകളെ മൂക്കുകുത്തി അണിയിച്ച് തെരുവിലൂടെ നടത്തിക്കുകയും സ്ത്രീകൾക്ക് കണങ്കാൽ വരെ നീളുന്ന അച്ചിപ്പുടവ് ഉടുപ്പിച്ച് നടത്തുകയും മറ്റും ചെയ്തപ്പോൾ അതിനെ എതിർക്കുകയും അദ്ദേഹത്തെ ഉറക്കത്തിൽ അപായപ്പെടുത്തുകയും ചെയ്തത് ആരാണ്? അവിടുത്തെ മുസ്ലിങ്ങളും ശൂദ്രരും ഉൾപ്പെടെയുള്ള പ്രമാണിമാർ. നാരായണഗുരു ആറ്റിൽ കിടന്ന ഒരു കല്ലെടുത്ത് അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് തനിക്കാരാണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ അധികാരം തന്നത് എന്ന് ചോദ്യമുയർത്തിയത് ആരാണ്? അത് ഏതോ ഒരു ശൂദ്രൻ. അയ്യങ്കാളി വില്ലുവണ്ടിയിൽ പൊതുവഴിയിലൂടെ യാത്ര നടത്തിയപ്പോൾ അത് തടയാൻ ശ്രമിച്ചത് ആരാണ്? അന്ന് അവിടെ ഉണ്ടായിരുന്ന ശൂദ്ര പ്രമാണിമാർ. പെരുന്നാട്ടെപ്പുലയർ രാത്രി യോഗം ചേർന്ന് തങ്ങളുടെ അവശതാ പരിഹാരത്തെപ്പറ്റി ചർച്ച ചെയ്യുകയും മേലാൽ തങ്ങളുടെ സ്ത്രീകൾ കല്ലയും മാലയും ധരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അതിനെ എതിർക്കുകയും അവരെ മർദ്ദിക്കുകയും അവരുടെ കുടിലുകൾ കത്തിക്കുകയും ചെയ്തത് ആരാണ്? അന്നത്തെ അവിടുത്തെ ശൂദ്ര മേധാവികൾ. കൊച്ചിയിലെ പുലയർക്കും സമ്മേളനം ചേരാൻ കരയിൽ സ്ഥലം ലഭിക്കാതെ വന്നപ്പോൾ അവർ കായൽ കെട്ടുവള്ളത്തിൻ്റെ മുകളിൽ പലക നിരത്തി യോഗം ചേരുവാൻ നിർബന്ധരാക്കിയത് ആരാണ്? അവിടുത്തെ മേനോന്മാരും ശൂദ്രപ്രമാണിമാരും. വൈക്കത്തെ പുലയർ യോഗം ചേർന്ന് ബലമായി വൈക്കം റോഡിലൂടെ നടക്കുവാൻ തീരുമാനിച്ചപ്പോൾ അത് തടഞ്ഞ് സത്യാഗ്രഹമാക്കി മാറ്റിയത് ആരാണ്? കെ പി കേശവമേനോനെയും കെ കേളപ്പനെയും പോലുള്ള ശൂദ്രപ്രമാണിമാർ. സഹോദരൻ അയ്യപ്പൻ പുലയരോടൊത്ത് പന്തിഭോജനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ സമുദായത്തിൽ നിന്ന് ബഹിഷ്കരിക്കുകയും തലയിൽ ഉറുമ്പിൻ കൂട് പൊട്ടിച്ചിടുകയും ചെയ്തത് ആരാണ്? മാമൂലുകളെ മുറുകെ പിടിച്ച് നായർ ശൂദ്രെ പോലെയാകാൻ ശ്രമിച്ച ഈഴവ ശൂദ്രന്മാർ. സുപ്രീം കോടതി ഈ രാജ്യത്തെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശം നൽകണമെന്ന് വിധിക്കുകയും കേരള സർക്കാർ ശബരിമല ക്ഷേത്ര വിഷയത്തിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ സ്ത്രീകളെ കൊണ്ട് നാമജപ ഘോഷയാത്ര നടത്തിച്ച് ആരാണ്? ശൂദ്ര സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയും SNDPയുടെ വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ശൂദ്ര ഈഴവ പ്രമാണിമാർ. അങ്ങനെ നോക്കിയാൽ എന്നെല്ലാം കേരളത്തിലെ ജനങ്ങൾ പുരോഗമനപരമായി ചിന്തിക്കാൻ ശ്രമിച്ചുവോ അന്നെല്ലാം അതിനെ തുരങ്കം വെച്ച് അതിനെതിരെ മാമൂലുകളുമായി വന്നത് ഇവിടുത്തെ ശൂദ്ര നമ്പൂതിരി ഈഴവ ശൂദ്ര പ്രമാണിമാരാണ് എന്ന് വ്യക്തമാണ്. അതാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ റോബിൻ ജെഫ്രി നായർ മേധാവിത്വത്തിൻ്റെ പതനത്തെപ്പറ്റി പുസ്തകം എഴുതി. അപ്പോൾ ആ മേധാവിത്വത്തിൻ്റെ പതനത്തിന് ശേഷം ഇതാണ് സ്ഥിതിയെങ്കിൽ പതനം നടക്കുന്നതിന് മുമ്പത്തെ സ്ഥിതി എന്തായിരുന്നു? അതിലേക്ക് ഇനിയും തിരിച്ചു പോകണമോ എന്ന് കേരളത്തിലെ പ്രബുദ്ധ ജനത ചിന്തിക്കണം. 2005 മുതൽ 2012 വരെ
നടത്തിയ ഹർത്താലുകൾ കേരളത്തെ പൊതുജനങ്ങളുടെ മുന്നിൽ വിലയിരുത്തണം. അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഹർത്താലുകളുമായി ബന്ധപ്പെട്ട് സാധുക്കൾ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസം മുടങ്ങുമ്പോൾ സ്വാശ്രയ മാനേജ്മെൻറ്റ് സ്കൂളുകളിലോ കോളേജുകളിലോ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഹർത്താലുമായോ ബന്ധുമായോ സമരവുമായോ കടന്നു ചെല്ലാതെ സാധുക്കളുടെ ഉപദ്രവിക്കുന്ന ഈ നടപടി സ്വമേധയാ കേസെടുക്കുവാൻ ഹൈക്കോടതിയിലെ മനുഷ്യത്വമുള്ള ജഡ്ജിമാരുണ്ടെങ്കിൽ ഇനിയും കണ്ണു തുറക്കണമെന്നാണ് ഈ വിഷയത്തിൽ ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിനോട് സമർപ്പിക്കാനുള്ളത്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.